പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്നവരെ വിമതസേന മോചിപ്പിച്ചിരുന്നു. കുപ്രസിദ്ധമായ സെത്നായ ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന കുറ്റവാളികളെയും വിമതർ മോചിപ്പിച്ചിരുന്നു. എന്നാൽ സെത്നായ ജയിലിനുള്ളിൽ ഭൂഗർഭ സെല്ലുകളിൽ ഇനിയും ഒട്ടേറെ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മനുഷ്യ അറവുശാല എന്നറിയപ്പെടുന്ന ഭൂഗർഭ സെല്ലുകളിൽ ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ലെന്നും ഒന്നിലധികം ആളുകൾ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഭയപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇനിയും എത്തിപ്പെടാൻ കഴിയാത്ത സെല്ലുകളിൽ അന്വേഷണം നടത്താൻ 5 പ്രത്യേക എമർജൻസി ടീമുകളെ ജയിലിലേക്ക് വിന്യസിച്ചതായി സിറിയൻ സിവിൽ ഡിഫൻസ് ഫോഴ്സായ വൈറ്റ് ഹെൽമെറ്റ്സ് അറിയിച്ചു. ഇത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനമാണെന്നും ദൗത്യം പൂർത്തിയാക്കാൻ കാലതാമസമെടുക്കുമെന്നും അവർ പറഞ്ഞു. മറഞ്ഞിരിക്കുന്ന ഭൂഗർഭ സെല്ലുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വൈറ്റ് ഹെൽമെറ്റ്സ് 5 പ്രത്യേക എമർജൻസി ടീമുകളെ സെത്നായ ജയിലിൽ വിന്യസിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വൈറ്റ് ഹെൽമെറ്റ്സ് ഇങ്ങനെ അറിയിച്ചു: ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന യൂണിറ്റുകൾ, മതിൽ പൊളിക്കാൻ വൈദഗ്ധ്യം നേടിയവർ, ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലുകൾ പൊളിക്കാൻ സഹായിക്കുന്നവർ, പരിശീലനം നേടിയ നായകളുടെ യൂണിറ്റ്, മെഡിക്കൽ വിദഗ്ധർ എന്നിവരടങ്ങുന്നതാണ് സംഘങ്ങൾ. ഇത്തരം സങ്കീർണമായ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പരിശീലനം നേടിയവരാണ് ഇവർ, വൈറ്റ് ഹെൽമെറ്റ്സ് വ്യക്തമാക്കി. 2 ടീമുകൾ ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും മറ്റ് സംഘങ്ങൾ വൈകാതെ തന്നെ രക്ഷാദൗത്യം ആരംഭിക്കുമെന്നും അവർ അറിയിച്ചു. വിമതർ ജയിലുകളുടെ വാതിൽ തുറന്ന് ആളുകളെ മോചിപ്പിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നു. ജയിൽ കോംപ്ലക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ നിന്ന് പുറത്തുപോകുന്നത് കാണാം. അവരിൽ പലരും വർഷങ്ങളായി ജയിലിലായിരുന്നു. വിമതസേനയ്ക്ക് ഇലക്ട്രോണിക് ഭൂഗർഭ വാതിലുകളുടെ കോഡുകൾ നൽകണമെന്ന് മുൻ സൈനികരോടും ജയിൽ ജീവനക്കാരോടും ദമാസ്കസ് കൺട്രിസൈഡ് ഗവർണറേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന 1 ലക്ഷത്തിലധികം തടവുകാരെ മോചിപ്പിക്കാനുള്ള വാതിലുകൾ തുറക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അവർ അറിയിച്ചു. തങ്ങൾ നഗരം പിടിച്ചെടുത്തതിനു ശേഷം ഹോംസ് മിലിറ്ററി ജയിലിൽ നിന്ന് 3500-ൽ പരം തടവുകാരെ മോചിപ്പിച്ചതായി HTS ശനിയാഴ്ച അറിയിച്ചിരുന്നു. എന്നാൽ സെത്നായ ജയിലിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കുന്നതിനാണ് പ്രഥമ പരിഗണന. ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം സെത്നായ ഒരു മരണ ക്യാമ്പായി മാറിയതായി തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഓഫ് ഡീറ്റെയിനീസ് ആൻഡ് ദ മിസ്സിംഗ് ഇൻ സെത്നായ പ്രിസൺ 2022-ലെ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു.